ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഒരുപാട് നാൾ കൂടി ഇരുന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വീട്ടിൽ ഇച്ചിരി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ സാധിക്കാതെ പോയത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ലാം കറിയാണ്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം ഇറച്ചി മാരിനേറ്റ് ചെയ്യുകയാണ്. ഇത് 1 കിലോ ലാമ്പിൻ്റെ ലെഗ് എല്ലില്ലാതെ എടുത്തിരിക്കുന്നതാണ്. ഇതേ വലുപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്യുന്നതിന് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണിത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 കപ്പ് അധികം പുളിയില്ലാത്ത യോഗർട്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ നേരത്തേക്ക് മാത്രം പുറത്ത് വെക്കുന്നുള്ളൂ. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വേണമെന്ന് വരികിലും വെക്കാം. അങ്ങനെ ചെയ്യുകയാണെന്ന് വരികിൽ ഇറച്ചിക്ക് നല്ല ഫ്ലേവർ കിട്ടും. ഇറച്ചി മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള അരപ്പ് ഉണ്ടാക്കാം. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, 1 മീഡിയം സൈസിലുള്ള സബോള, 6 വലിയ വെളുത്തുള്ളിയാണിത്, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഈ ഗോട്ട് കറിക്കും ലാമ്പ് കറിക്കും നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ് മിൻറ്റ്. ഇതൊരു 1/4 കപ്പോളം ഫ്രഷ് മിൻറ്റിൻ്റെ ഇല. പിന്നെ മല്ലിയില ഞാൻ അതിൻ്റെ തണ്ടോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടി മല്ലിയിലയുണ്ട് ഇത്. ഇനി ഇത് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇത് ഒത്തിരി സ്മൂത്ത് ആയിട്ടുമില്ല, എന്നാൽ കോഴ്സായിട്ടുമല്ല കിടക്കുന്നത്. ഇങ്ങനെ അരച്ചെടുത്ത് മസാല മൂപ്പിച്ചെടുക്കുന്നത് കൊണ്ട് കറിക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല കൊഴുപ്പുമായിരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും. ഇനിയും കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവോള തീരെ കനം കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചേരുന്നുണ്ട് അത് പെട്ടെന്ന് വഴരുകയും ചെയ്യും. അതുപോലെ തന്നെ കറിയിൽ ഇങ്ങനെ വലിയ സബോളയുടെ പീസസ് കിടക്കത്തുമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. സബോള വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. തീരെ കനം കുറച്ചരിഞ്ഞത് കൊണ്ട് പെട്ടെന്നത് വഴഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ്. ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇച്ചിരി നല്ല സ്പൈസി ലാമ്പ് കറിയാണിത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. 2 മിനിറ്റോളം മസാല ചേർത്ത് വഴറ്റി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർക്കുന്നത്. ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അരപ്പിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റ് എടുത്തു ഇതിൻ്റെ വെള്ളം വറ്റാൻ. ഇനിയും ഇത് നന്നായിട്ട് മൂപ്പിക്കണം. നന്നായിട്ട് അരപ്പ് മൂപ്പിച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. സാധാരണ അരപ്പ് മൂപ്പിക്കുന്നത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് കാണുന്നിടം വരെയാണ് മൂപ്പിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഈ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എണ്ണ തെളിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കുകയാണ്. ഈ അരപ്പ് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം തണുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലിട്ട് ഇളക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ 1-2 ദിവസം വെച്ചാലും യാതൊരു കുഴപ്പവും വരികയില്ല. അത് എടുത്ത് കറി വെക്കാം. അതിന് നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ മിക്കപ്പോഴും അതുപോലെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് സമയമില്ലെന്ന് വരികിൽ, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരികയാണെന്ന് വരികിൽ ഇതുപോലെ ഇറച്ചി മാരിനേറ്റ് ചെയ്തിട്ട് അരപ്പ് ഇതുപോലെ മൂപ്പിച്ച് അരപ്പ് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇറച്ചി ഇട്ട് ഇളക്കി റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് കറി വെച്ചാലും യാതൊരു കുഴപ്പവും വരികയില്ല. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചത്. ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും എന്ന് വരികയിലും നല്ല ഗ്രേവി ഉണ്ടാകണമെന്ന് വരികയിൽ വെള്ളം ചേർക്കണം.
ഇറച്ചിയിൽ ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് വേണമെന്ന് വരിയിൽ ചേർക്കാം. ഇതിന് ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. സ്വല്പം ഉപ്പും കൂടി ചേർക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഇറച്ചി വേകുന്നതിന് ഒരു 25 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചിയും ഉപയോഗിക്കുന്ന പാത്രവും വെക്കുന്ന ഫ്ലെയിമും എല്ലാം അനുസരിച്ച് സമയം ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. നോക്കി സമയം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കുക. അതുപോലെ ഇത്രയും ഗ്രേവി വേണ്ട എന്ന് വരികിൽ വെള്ളം ചേർക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്താലും മതി. പിന്നെ ഗ്രേവി വേണമെന്ന് വരികിൽ പിന്നീട് നന്നായി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഗ്രേവി ആക്കിയെടുക്കുക. ഇത് സാധാരണ ഈ കറി കടുക് പൊട്ടിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു സ്വല്പം കടുക് പൊട്ടിച്ച് ചേർക്കുകയാണെന്ന് വരിയിൽ അതിനൊന്നും കൂടി ഫ്ലേവർ ആയിരിക്കും. ഞാനിതിൽ സ്വല്പം കടുക് താളിച്ച് ചേർക്കുകയാണ്. കടുക് താളിക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 3 ചെറിയ ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില, കടുക് താളിച്ചതിന് ശേഷം സ്വല്പം നേരത്തേക്കൊന്ന് മൂടി വെക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കറി ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിനു വേണമെന്ന് വരികിലും ഉപയോഗിക്കാം.